ഹലോ ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി PG സെക്കൻഡ് സെമസ്റ്റർ എല്ലാ വിഷയങ്ങളുടെയും കോമൺ പേപ്പറായിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിലൊരു റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാ PG വിഭാഗം വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടേണ്ടതാണ്. അപ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് 1 ഒന്നാമത്തെ യൂണിറ്റ് ഫൗണ്ടേഷൻ ഓഫ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ 1.1.1 ആയിട്ട് വരുന്നത് റിസർച്ച് ആൻഡ് എൻക്വയറി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു പാഠഭാഗത്ത് ആദ്യം ക്യൂരിയോസിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ചോദ്യം ചെയ്യുന്നത് നിർത്തരുത് എന്നതാണ്. ജിജ്ഞാസക്ക് നിലനിൽക്കാൻ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ, ഒരു ജിജ്ഞാസയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അറിവ് നേടുന്നതിനും ഗവേഷണം നടത്തുന്നതിനുമുള്ള ആദ്യ പടി തുറന്ന മനസ്സോടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ജിജ്ഞാസയുള്ള ജീവിയാണ്. ഈ ജിജ്ഞാസയാണ് ശാസ്ത്രജ്ഞർ, എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാരെ സൃഷ്ടിക്കുന്നത്. ഈ ജിജ്ഞാസയാണ് അന്വേഷണത്തിലേക്കും ഗവേഷണത്തിലേക്കും നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഒരു ജിജ്ഞാസ മൂലമാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനും പുതിയ കാര്യങ്ങൾ ഗവേഷണം ചെയ്യാനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. ഇത് നമുക്ക് നോക്കാനുള്ളത് ഇൻക്വയറി vs റിസർച്ച്, അന്വേഷണം ഗവേഷണം എന്നതിനെ പറ്റിയാണ് ഇതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. എൻക്വയറി എന്ന് പറയുന്നത് അന്വേഷണം. ഈ അന്വേഷണം നമ്മുടെ അത്ഭുതങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത്. അതിലൊരു കുമാരനാശാൻ്റെ ഒരു കവിതയുടെ ഉദാഹരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംശയങ്ങളിൽ നിന്നും ജിജ്ഞാസയിൽ നിന്നും ഉടലെടുക്കുന്ന ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കൂടുതൽ ചിട്ടയായതും ഔപചാരികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിജ്ഞാസയിൽ നിന്നാണ് പ്രധാനമായിട്ടും അന്വേഷണങ്ങൾ ഉണ്ടാവുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നോ അനുഭവങ്ങളിൽ നിന്നാണോ ഇത് ആരംഭിക്കുന്നത്. അതായത് നമുക്കറിയുന്ന ചില കാര്യങ്ങൾ, അതിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം മറ്റൊക്കെ ആരംഭിക്കുന്നത്. അതുപോലെ അറിവിനെ കുറിച്ചുള്ള വിനയവും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ജിജ്ഞാസയുമാണ് പ്രധാനമായിട്ടും ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. എന്നാൽ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകം അറിയാത്ത എന്തെങ്കിലും കണ്ടെത്താനുണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പലപ്പോഴും ഗവേഷണം നടത്തുന്നത്. ഈ കണ്ടുപിടുത്തമാണ് പ്രധാനമായും ഗവേഷണത്തിൻ്റെ ലക്ഷ്യം. അതായത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഗവേഷണത്തിൻ്റെ ലക്ഷ്യം. അന്വേഷണം കൂടുതൽ വിശാലമായ ഒന്നാണ്. ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിട്ടപ്പെടുത്തിയ അന്വേഷണമാണ്. അപ്പോൾ ഇതാണ് ഗവേഷണവും അന്വേഷണവും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി വിവിധ വിഷയങ്ങളിൽ എൻക്വയറി എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും മാനവിക വിഷയങ്ങൾ, അതായത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ സമൂഹത്തെയും മനുഷ്യബന്ധങ്ങളെയും മനസ്സിലാക്കാൻ സോഷ്യോളജിസ്റ്റുകൾ അഭിമുഖങ്ങളിലൂടെ സർവേകളിലൂടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തത്വചിന്തകർ, അതായത് ഫിലോസഫേഴ്സ് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളിലൂടെയും യുക്തിയിലൂടെയാണ് പഠിക്കുന്നത്. ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകൾ, ഹിസ്റ്റോറിയൻസ് ആണെങ്കിൽ പഴയ രേഖകളും പുരാവസ്തുക്കളും പരിശോധിച്ച് ഭൂതകാലത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഇനി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഭാഷ, സാഹിത്യം എന്നിവയിൽ എൻക്വയറി വരുന്നത് എങ്ങനെ വെച്ചാൽ ഒരു ഭാഷ എങ്ങനെ ചിന്തയെ രൂപപ്പെടുത്തുന്നു എന്നും സംസ്കാരങ്ങൾ കാലത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നാണ് ഗവേഷകർ അന്വേഷിക്കുന്നത്. കൊമേഴ്സ് മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ ഉപഭോക്താക്കൾ, അതൊന്നുകൂടെ എന്താണ്? ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഉപഭോക്താക്കൾ എന്തുകൊണ്ടൊരു പ്രത്യേക ഉൽപ്പന്നം വാങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ സംഭാഷണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ വിവിധ വിഷയങ്ങളിൽ ഇത്തരത്തിലൂടെയൊക്കെയാണ് എൻക്വയറീസ് നടക്കുന്നത്. എൻക്വയറിയെ കുറിച്ച് പറയുമ്പോൾ 2 ടൈപ്പായിട്ടുള്ള എൻക്വയറിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഒന്ന് ഫോർമൽ എൻക്വയറി, മറ്റൊന്ന് ഇൻഫോർമൽ എൻക്വയറി. ഫോർമൽ എൻക്വയറി എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഔപചാരിക അന്വേഷണം.
ഇതൊരു വ്യവസ്ഥാപിതവും ഘടനാപരമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. ഇതിലൊരു സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഡാറ്റ, കൃത്യമായ രീതിശാസ്ത്രം എന്നിവയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. ഉദാഹരണത്തിൽ ഒരു വിഷയത്തിൽ വ്യക്തമായ ചോദ്യങ്ങളോടെ സാമ്പിളുകൾ ഉപയോഗിച്ച് സർവേ നടത്തുന്ന അക്കാദമിക് ഗവേഷണമാണ് ഔപചാരിക അന്വേഷണം അല്ലെങ്കിൽ ഫോർമൽ ഇൻക്വയറി എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ഇൻഫോർമൽ ഇൻക്വയറി, അനൗപചാരികമായിട്ടുള്ള അന്വേഷണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യാദൃശികമാണ്, അഴഞ്ഞ ഘടനയുള്ളതും അനുഭവങ്ങളിലൂടെ പഠിക്കുന്നത്. അതായത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് ഇത് പഠിക്കുന്നത്. മറ്റൊന്ന്, ഇത് വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം, സംഭാഷണങ്ങൾ, സ്വന്തം അനുഭവങ്ങൾ എന്നിവയെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഒരു അനൗപചാരിക അന്വേഷണം വരുന്നത്. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു ടീച്ചർ മറ്റ് അധ്യാപകരുമായിട്ട് സംസാരിക്കുന്നതും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത്. ഇതാണ് എന്ത് ഈ അനൗപചാരികമായിട്ടുള്ള അന്വേഷണത്തിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇൻക്വയറിയെ കുറിച്ചാണ് പറയുന്നത്. 2 ടൈപ്പാണുള്ളത്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം നമുക്ക്. ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഫോർമൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസ്ഥാപിതമാണ്, ഘടനാപരമാണ്. എന്നാൽ ഇൻഫോർമൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഞ്ഞ ഘടനയുള്ളതാണ്, വഴക്കമുള്ളതാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. മെത്തേഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് റിസർച്ചിലെ മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ഫോർമലിൽ ഉപയോഗിക്കുക, സർവേ എക്സ്പെരിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ്. അതേസമയം ഇൻഫോർമലിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻ, കോൺവെർസേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇതിൻ്റെ റീസണിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡക്റ്റീവാണ്, എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ ഇൻഫോർമലിൽ ഇൻഡക്റ്റീവാണ്, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം, ഫോർമൽ എൻക്വയറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവൽക്കരിക്കാനുള്ള കഴിവ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ജനറലൈസ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ട്. എന്നാൽ എന്താണ് ഇൻഫോർമൽ എൻക്വയറിയിൽ സന്ദർഭോചിതമായിട്ടുള്ളൊരു ഉൾക്കാഴ്ചയാണ് കിട്ടുന്നത്. ഇനി ഉദാഹരണമായിട്ട് പറയുന്നത് ഫോർമൽ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയ ഗവേഷണ പ്രബന്ധം. പിന്നെ ഇൻഫോർമൽ എൻക്വയറിക്ക് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഡയറി കുറിപ്പുകൾ, ബ്ലോഗുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു പാഠത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കില്ല്, അതായത് ചിന്താശേഷികൾ. നമ്മൾ ഈ അന്വേഷണത്തിന് പ്രേരകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ റിസർച്ച്, അതുപോലെ അന്വേഷണം, റിസർച്ച് എൻക്വയറിക്ക് പ്രധാനമായും 4 ചിന്താശേഷികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് സംയോജക ചിന്ത, കൺവെർജൻ്റ് തിങ്കിങ് എന്ന് പറയും. മറ്റൊന്നാണ് ഡൈവർജൻ്റ് തിങ്കിങ്, വിയോജക ചിന്ത. മറ്റൊന്നാണ് വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. മറ്റൊന്നാണ് സർഗാത്മക ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ 4 തരത്തിലുള്ള തിങ്കിങ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു റിസർച്ചിനും അന്വേഷണത്തിനുമായിട്ട് ഉള്ളത്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൺവെർജൻ്റ് തിങ്കിങ്, സംയോജക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒരൊറ്റ ശരിയായ ഉത്തരം കണ്ടെത്താനുള്ള കഴിവ്. നമുക്ക് നിലവിലുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒരൊറ്റ ശരി ഉത്തരം കണ്ടെത്താനുള്ള കഴിവിനെയാണ് പറയാം. വേഗത, കൃത്യത, യുക്തിയൊക്കെ ഇതിന് ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അരക്കില്ലത്തിൽ പ്രതീക്ഷിച്ച യുധിഷ്ഠിരൻ, അതുപോലെ സൂചനകൾ അപഗ്രഥിച്ച് അതൊരു കെണിയാണെന്ന് മനസ്സിലാക്കുന്നത്. അതൊരു യുധിഷ്ഠിരൻ്റെ ഒരു ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് വിയോജക ചിന്ത. ഒരു പ്രശ്നത്തെ പല കോണുകളിൽ നിന്ന് സമീപിച്ച് ഒന്നിലധികം ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് വിയോജക ചിന്ത എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ പല കോണുകളിൽ നിന്ന് സമീപിച്ച്, അതായത് ഏതൊരു വിഷയത്തിന് നമുക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വ്യൂസ് ഉണ്ടാവില്ല, അപ്പോൾ അത് നോക്കിയിട്ട് ആശയങ്ങൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഒന്നിലധികം സാധ്യതകൾ ഇവിടെ ഉണ്ടാവും. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ദുര്യോധനൻ ഒരുക്കിയിരിക്കുന്ന കെണികളെക്കുറിച്ച് ഭീമൻ പല വിധത്തിൽ ചിന്തിച്ചത്. അപ്പോൾ ഇതാണ് ഒരു 2 പോയിന്റ്സ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനാത്മകമായിട്ടുള്ള ചിന്തയാണ് പറയുന്നത്. നമ്മുടെ വിവരങ്ങളെ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യാനും വിലയിരുത്താനും യുക്തിസമമായ തീരുമാനം എടുക്കാനുള്ള കഴിവിനെയാണ് ഇത് പറയാം. തെളിവുകൾ പരിശോധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അർജുൻ അരക്കില്ലത്തിലെ ചുവരുകളും വാതിലുകളും നിരീക്ഷിച്ച് അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞു. ഇത് അർജുൻ്റെ ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നാണ് സർഗാത്മക ചിന്ത. സർഗാത്മക ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് നൂതനവും അസാധാരണവുമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് പറയാം. ഇത് പുതുമയുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് സർഗാത്മകമായിട്ട് ചിന്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മെഴുകുതറയിൽ വൈദ്യുതി വീഴാതിരിക്കാൻ നകുലനും സഹോദരനും കാലിൽ തുണിക്കഷ്ണങ്ങൾ കെട്ടിയത്. അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്താണ് തുണിക്കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് മെഴുകുതറയിൽ വീഴാതിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നൂതനവും അസാധാരണമായ പ്രശ്നങ്ങൾക്ക് എന്താണ് നൂതനമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവിനെയാണ് ഇത് പറയുന്നത്.
മറ്റൊന്ന് ഇനി ഇതിൽ നോക്കാനുള്ളതാണ് റോൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ റിസർച്ച്. ഗവേഷണത്തിൽ ചോദ്യങ്ങളുടെ പങ്ക് എന്തൊക്കെയാണ് എന്നുള്ളത്. അതായത് ഒരു അന്വേഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിൽ നിന്നാണ് അന്വേഷണവും ഗവേഷണമൊക്കെ വരുന്നത്. ചോദ്യങ്ങൾ നമ്മെ എന്താണ് ഉപരിവിപ്ലവമായിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് ആഴത്തിലുള്ള വിശദീകരണങ്ങളിലേക്ക് നയിക്കുന്നു. എന്ത് എന്നതിൽ നിന്ന് എന്തുകൊണ്ട്, എങ്ങനെ എന്നതിലേക്ക് എന്താണ് നമ്മെ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ ഗുണനിലവാരം പുതിയ അറിവിൻ്റെ നിർമ്മിതിയെ നിർണ്ണയിക്കും. അപ്പോൾ ചോദ്യങ്ങൾക്ക് എന്താണ് ഒരു ഗവേഷണത്തിൽ അതുപോലെ എന്താണ് അന്വേഷണത്തിലും വളരെയധികം പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ഒരു മികച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്ട്രോങ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, മികച്ച ഗവേഷണത്തിൻ്റെ ചോദ്യത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒരു റിസർച്ചിന് എന്താണ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്പെസിഫിക് ആയിരിക്കണം, ക്വസ്റ്റ്യൻസ് കൃത്യത ഉള്ളതായിരിക്കണം, വളരെ വിശാലമല്ലാത്ത ഒരു പ്രത്യേക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവണം. പിന്നെ എന്താണ് ഫീസിബിൾ, പ്രായോഗികമാവണം, സമയം, വിഭവങ്ങൾ എന്നിവയുടെ പരിമിതിക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്നതാവണം. പിന്നെ ഒന്ന് ഒറിജിനൽ, മൗലികമായിരിക്കണം, നിലവിലുള്ള അറിവിലെ വിടവ് നികത്തുന്നതായിരിക്കണം. ഈ നിലവിലൊരു അറിവുണ്ടാവും, അതിൻ്റെ വിടവ് നികത്തുന്നതാവണം. പിന്നെ പ്രസക്തമാവണം, റെലവൻ്റ് ആയിരിക്കണം, പഠന മേഖലയ്ക്ക് എന്താണ് പ്രസക്തമായതും പ്രായോഗിക മൂല്യമുള്ളതും ആയിരിക്കണം. പിന്നെ കോംപ്ലക്സ് ആൻഡ് ആർഗ്യബിൾ, സങ്കീർണവും ചർച്ചാ സാധ്യതയുള്ളതും ആയിരിക്കണം. ലളിതമായ അതെ അല്ല എന്നത് ഉത്തരം ഇല്ലാത്തതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചയാവണം. പിന്നെ റിസർച്ചബിളാണ്, ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതായിരിക്കണം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രോങ് റിസർച്ച് ക്വസ്റ്റ്യൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എന്തായാലും ഇത് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ജിജ്ഞാസയിൽ നിന്നാണ് നമ്മുടെ അന്വേഷണങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അന്വേഷണം ഔപചാരികമോ അനൗപചാരികമോ ആവാം. ഔപചാരിക അന്വേഷണം ഘടനാപരവും പൊതുവൽക്കരിക്കാവുന്നതാണ്. അനൗപചാരിക അന്വേഷണം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ അധിഷ്ഠിതവും സന്ദർഭോചിതവുമാണ്. സംയോജക, വിയോജക, വിമർശനാത്മക, സർഗാത്മക ചിന്തകൾ അന്വേഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.